എല്ലാവരും എന്നോട് ഒരുമിച്ച് പറഞ്ഞു ഇത് നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞു, നമ്മൾ എന്തായാലും ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ മരിച്ചു എന്നപ്പോൾ ദൈവം എന്നോടേക്ക് എന്തുകൊണ്ടാണ് വന്നതെന്നൊക്കെ ഞാൻ പറയും, നാഴി പച്ച കൊണ്ടാണ് വന്നതെന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുമായിരുന്നു. ഹേയ്, ഇന്ന് ഞാനിത് ചാച്ചിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും ചോദിക്കാറുണ്ട് ചാച്ചു കുറേ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ചാറ്റും കാണിക്കാമെന്ന്. അത് ഏതൊക്കെ സ്റ്റുഡിയോയിലാണ് ചെയ്തത്, എത്ര രൂപയ്ക്ക് ആയി, അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ പറയാമെന്ന് വിചാരിച്ചു. എനിക്ക് ഓർമ്മയുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വർക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച, അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വർക്ക് അതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിന് മുന്നേ നമുക്കൊരു ഓർഡറിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്ത വർക്ക് തൊട്ട് നമുക്ക് പോരാം. ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത് ഇവിടെ കഴുത്തിൻ്റെ പുറകിലായിരുന്നു. ഈ വർക്കായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. ഇത് ഞാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ. അതായത് എൻ്റെ ലൈഫിൽ എന്തൊരു ഡിസിഷൻ ഞാൻ എടുക്കുന്ന സമയത്തും ഞാൻ അങ്ങനെ ഒരുപാട് ചിന്തിച്ച് ഒരുപാട് നാളത്തെ കാര്യങ്ങളൊന്നുമല്ല, പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനം. അപ്പം അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയച്ചു, എനിക്കിങ്ങനെ ചാറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ നല്ലൊരു സ്റ്റുഡിയോ ഉണ്ട്, ഞാൻ അവിടെ നിന്നാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്റ്റുഡിയോ. ഞാൻ അതിൻ്റെ പേരൊന്നും പറയണില്ല, ഇപ്പം ആ ഒരു ഇത് വർക്കിംഗ് അല്ല, അപ്പം അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പം അങ്ങനെ പോയി. ഇപ്പോൾ ഫസ്റ്റ് ചാറ്റ് എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ ആൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതേപോലെ തന്നെ ഒരു ഓഫ് ഷോൾഡർ ഡ്രസ്സ് ഇട്ടിട്ട് പോയത്. അപ്പം ജസ്റ്റ് എന്നെ എന്തെങ്കിലും കാണിച്ചു തന്നു, പെയിൻ ഉണ്ടോ, അപ്പം ഇല്ല കുഴപ്പമില്ല, അങ്ങനെ ചെയ്ത വർക്കാട്ടാ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പിടിച്ച് അടുത്തിരുത്തി. അപ്പം അങ്ങനെ ചെയ്തൊരു വർക്കാണ് അത്. അതെനിക്കൊന്നു ഒരു 4000 സംതിങ് ഒക്കെ ആയായിരുന്നു കേട്ടോ ആ വർക്കിന്. അപ്പം ഈ വർക്ക് കണ്ടിട്ട് എനിക്ക് ഒരാൾ പറഞ്ഞു, എനിക്കറിയണ ഒരാൾ പറഞ്ഞു, അയ്യോ ഇത്ര രൂപക്കൊക്കെ ചാറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുടെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി ഇതുപോലെ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത് വർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ആളെനിക്ക് ലൊക്കേഷനൊക്കെ പറഞ്ഞു തന്നു. അന്ന് ആൾക്ക് സ്റ്റുഡിയോ ഒന്നുമില്ല, ഇപ്പം ആൾക്ക് സ്റ്റുഡിയോ ഒക്കെ തുടങ്ങി നല്ലൊരു വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ അതിനുശേഷം. ഇപ്പം ഈ അടുത്തൊന്നും ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ രണ്ടാമത് വർക്ക് ചെയ്താണ് എൻ്റെ കയ്യിൽ ഈ വർക്ക് കാണിക്കണം. കയ്യിൽ ഈ വർക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ സെൽഫ് ഹാം കാണാൻ പറ്റും. അത് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡിപ്രഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ആ വർക്കിൻ്റെ ഭംഗിയെ പോയി, അത് വേറൊരു കാര്യം. അപ്പോൾ ഈ വർക്ക് കാണുമ്പോൾ ഇപ്പോഴും ആൾക്കാർക്കും ഇതൊന്ന് തേളാണോ എന്ന് ചോദിക്കും. എന്നോട് ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്നത് തേളാണെന്ന്. അതെങ്ങനെ അങ്ങനെ തോന്നുന്നത് എനിക്കറിയില്ല. ഇതൊരു ഫ്ലവർ ഫേസ് ടാറ്റു ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് ഇവിടെ ഒരു ലേഡീൻ്റെ ഫേസ് വന്നിട്ട് അതിൻ്റെ തലയിൽ കുറേ പൂക്കളൊക്കെ ആയിട്ട് അതിലേക്കൊരു വെള്ളം ഒഴിക്കുന്ന സെറ്റപ്പിലാണ് ശരിക്കും ഈ വർക്കുള്ളത്. പക്ഷെ എനിക്കറിയാൻ പാടില്ല. ഇത് ഹീലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ കോളേജിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ ബാഗിൻ്റെ ഈ തൂങ്ങിക്കിടക്കുന്ന വള്ളിയൊക്കെ വെച്ചിട്ട് ഇതുമല്ലിട്ട് ഉരക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഈ ചാറ്റു അത്യാവശ്യം എന്താ പറയുക ഒരുമാതിരി പടർന്ന് വൃത്തികേടായി പോവുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കൈയൊക്കെ മുറിച്ച് പരാക്രമമൊക്കെ കാണിക്കാൻ, കാരണം അതങ്ങനെ വൃത്തികേടായി പോയിട്ടോ. അപ്പം അതിന് ശേഷം ഞാൻ മൂന്നാമത് ചെയ്ത വർക്ക് ഇതായിരിക്കും, 7 ചക്രാസ്. ഇത് ഞാൻ എൻ്റെ പുറത്ത് വർക്ക് ചെയ്ത ആർട്ടിസ്റ്റിന് ഞാൻ മെസ്സേജ് അയച്ചു ഇൻസ്റ്റയിൽ. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് 10,000 പറഞ്ഞു. 10,000 പറഞ്ഞപ്പോൾ ഈ വർക്ക് തന്നെ ചെയ്ത ഈ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ് തന്നെയാണ് എൻ്റെ കയ്യിൽ ഈ 7 ചക്രാസ് ചെയ്തിരുന്നത്. ഇപ്പം നിങ്ങൾ വന്നിട്ട് ഈ 7 ചക്രാസിനെ കുറിച്ച് സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ സംസാരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക് ചെയ്യണ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കുറേ ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പാകത്തിന്. ഇതിന് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. ഇതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ പേരും. ഇപ്പം എനിക്കതൊന്നും ഓർമ്മയില്ല കേട്ടോ. അന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായി. ഇത് സാധാരണ ആളുകൾ നമ്മുടെ ഈ നട്ടലിലൊക്കെ ചെയ്യണ കാണാം. ശരിക്കും അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യണം, അവിടെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല, ആളുകൾ ഇവിടെയൊക്കെ ചെയ്യലൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ചെയ്തൊരു വർക്കാണ് ഇത്. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്തതാണ് ഈ ബാർകോഡ്. ഇതിലൊരു ഡേറ്റ് ഉണ്ട്, ഒരു കോട്ട് ഉണ്ട്. അതായത് ഐ ബിലോങ്സ് ടു യു എന്ന് പറഞ്ഞിട്ടൊരു കോട്ടൊക്കെ ഉണ്ട്. ഇത് എൻ്റെ ബോഡിയിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു വർക്കാണിത്. ഇതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയല്ല ഈ വർക്ക് ചെയ്തതും. ഇത് എൻ്റെ പുറത്ത് വർക്ക് ചെയ്ത ആ സെയിം ആർട്ടിസ്റ്റ് തന്നെയാണ് ടാറ്റു ആർട്ടിസ്റ്റ് തന്നെയാണ് എനിക്ക് ഈ വർക്കും ചെയ്തത്. ഈ വർക്ക് നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ. കാരണം നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. സാധാരണ നമ്മൾ ടാറ്റു അടിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തുടരുന്ന സമയത്ത് അത് കാണരുത്, ഇങ്ങനെ സ്കിന്നായിട്ട് നല്ല ഇതായിരിക്കണം എന്ന് പറയും. അതിനെന്താ കറക്റ്റായിട്ട് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് കുറച്ചിങ്ങനെ പൊങ്ങിയിരിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഈ നീഡിൽ നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങണതിനൊക്കെ ഒരു കണക്കൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ ഒരു രീതിക്ക് ഈ വർക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പേഴ്സണലി ഇത് കളയണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതെന്നല്ല കയ്യിലുള്ള വർക്കൊക്കെ. കാരണം ഇതൊക്കെ ഒരു സമയത്ത് ഞാൻ ചെയ്ത് കൂട്ടിയ വർക്കുകളാണ്. ഇപ്പം അത് ആലോചിക്കുന്ന സമയത്ത് ടാറ്റു ചെയ്യണേക്കാളും ചിലവാണ്. ഇപ്പോൾ ടാറ്റു കയ്യിലുള്ളതിനേക്കാളും വൃത്തികേടാവും റിമൂവ് ചെയ്യുമ്പോൾ എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമാണ്
ഞാനത് ചെയ്യാത്തത് മാത്രം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതിന് ഓരോ സിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് അത് ചെയ്ത് ഇത്രയും നാൾ കൊണ്ടാണ് അത് ശരിയാവുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്ത വർക്കാണ് കയ്യിലുള്ള വർക്കുകൾ. ഇത് നിങ്ങൾക്ക് എന്റെ കയ്യിൽ ഓരോ വിരലിലൊക്കെ കാണാൻ പറ്റും. കയ്യിൽ മാത്രം ചെറിയ ചെറിയൊരു 10-12 വർക്കുകൾ ഉണ്ടാവും. ഒരു ഏലിയൻ ഉണ്ട്. ഇതിൽ ഓരോന്നിനും ഓരോ മീനിങ് ആയിട്ടാണ്. അതായത് ലവ്, വിസ്ഡം, ഹോപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ മീനിങ് ആണ് ഇതിനുള്ളത്. ഇത് ഞാൻ കലൂർ ഒരു ടാറ്റു സ്റ്റുഡിയോ പോയി ചെയ്തതാണ്. ഞാൻ പോയ ടാറ്റു സ്റ്റുഡിയോ ഒക്കെ ഞാൻ നല്ല രീതിക്ക് അന്വേഷിച്ചു. അത്യാവശ്യം സെലിബ്രിറ്റീസ് ഒക്കെ പോയിട്ട് വർക്ക് ചെയ്യണ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടേക്ക് പോയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാറ്. നല്ല നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് നല്ല നല്ല ആർട്ടിസ്റ്റിന്റെ അടുത്ത് തന്നെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യുമ്പോൾ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചു. അതായത് ഞാൻ ആ ഒരു സമയത്ത് ഡാൻസ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായ പ്രോഗ്രാം ഒക്കെ നല്ല രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് വൈകിട്ട് പ്രോഗ്രാം ഉണ്ടെന്ന് എവിടെ വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ വർക്ക് ചെയ്യണോടത്ത് ഇത് വേഗം ചെയ്ത് തീർത്തിട്ട് ഞാൻ പ്രോഗ്രാമിന് പോയി. അപ്പൊ നമുക്ക് അറിയാമായിരിക്കുമല്ലോ, ഇത് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെയിൽ കൊള്ളാൻ പാടില്ല, വെള്ളം മുട്ടാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞാനവിടെ പ്രോഗ്രാമിന് പോയി മേക്കപ്പ് ഒക്കെ ഇട്ട് അതൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സോപ്പും വെള്ളമൊക്കെ, ഇത് ആകെ ഒരു നിങ്ങൾക്ക് ഇത് കണ്ടാൽ പോലും വർക്ക് തിരിച്ചറിയില്ലാത്ത രീതിക്ക് അത്ര മോശമായിട്ടുള്ള ഒരു വർക്കാണ്. ഈ വർക്കിന്റെ ഒപ്പം തന്നെ ഞാൻ ചെയ്തൊരു ഈ വർക്ക് ചെയ്തതിന്റെ ഒപ്പം തന്നെ ഞാൻ ചെയ്തതാണ് ഈ ചെവിയിൽ ചെയ്തത്. ഈ ചെവിയിൽ ചെയ്യുമ്പോൾ അവിടെയുള്ള ആളെന്നോട് പറഞ്ഞു, ഈ ചെവി ചെയ്ത ആളെന്നോട് പറഞ്ഞു നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും ചെവിയിലൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല കൂളായിട്ട് എന്താ ഒരു കോമഡി എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ടാറ്റു ചെയ്തപ്പോഴൊന്നും അങ്ങനെ ആ വീഡിയോ എടുത്ത് വെക്കുക, ഫോട്ടോ എടുത്ത് വെക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പൊ അങ്ങനെയാണ് ഈ കയ്യിലുള്ളത് വർക്ക്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ചെയ്ത വർക്കാണ് എൻ്റെ ഷോൾഡറിലുള്ള ഒരു ലയൺ. ഇതിലൊരു ലയൺ വന്നിട്ട് ഇവിടെ ഒരു ഫ്ലവർ ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ, ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള വർക്കാണ്. ഇതിന് കറക്റ്റ് നല്ലൊരു ഫോട്ടോ ഞാൻ കൊടുക്കാട്ടാ. അപ്പൊ ഈ വർക്ക് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തതാണ്. ബർത്ത്ഡേക്ക് ഞാൻ ഇത് കലൂര് തന്നെ, അതായത് ഈ വിരലിലേക്ക് വർക്ക് ചെയ്ത് അവിടെ തന്നെ പോയിട്ട് ഞാൻ ചെയ്തൊരു വർക്കാണെങ്കിൽ പെട്ടെന്ന് തോന്നി. അന്ന് എനിക്ക് എന്ത് വർക്ക് ചെയ്യണം, ഏത് വർക്ക് ചെയ്യണം എന്ന് എനിക്കറിയില്ല. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആൾ എനിക്ക് എടുത്തു തന്ന വർക്കാണ് ഇത്. പിന്നെ ഞാൻ ഏറ്റവും അവസാനം ചെയ്ത വർക്ക് 2023 2023 ഒരു മാർച്ച് ആ ഒരു സമയത്ത് നമ്മുടെ പാലാരിവട്ടത്ത് പോയിട്ട് ഒരു സ്റ്റുഡിയോ പോയിട്ട് ചെയ്തതാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ പ്രൈസ് പറഞ്ഞായിരുന്ന ഇതൊരു 3500 ആയി. ഓക്കെ, പിന്നെ പറഞ്ഞത് ലാസ്റ്റ് ചെയ്ത വർക്ക്. ഈ ലാസ്റ്റ് ചെയ്ത വർക്ക് നിങ്ങൾക്ക് ഈ വർക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ഇതൊരു സ്കള്ളുണ്ട്, അതൊരു പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിനെ ഹഗ് ചെയ്തിട്ട് അതിന്റെ താഴെ ഒരു കോട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്, ഇത് എൻ്റെ റിയൽ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി ആയതുകൊണ്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്തത്. കാരണം ഞാൻ മുന്നേ ഇപ്പൊ അത്യാവശ്യം എല്ലാവർക്കും അറിയാം, എനിക്ക് പറയാനും മടിയൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. മുന്നേ എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ ആ റിലേഷൻ ഇല്ല മീൻസ് ആളില്ല. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ആളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ ടാറ്റു ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഉണ്ടാവേണ്ട ഒരു കാര്യമാണല്ലോ. പണ്ട് ഈ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടില് അപ്പനിങ്ങനെ പറയും, ഇതൊക്കെ എന്താണ് കയ്യൊക്കെ ആകെ വരച്ച് വാങ്ങിച്ചേക്കണം, ഇത് നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാവും, ഇത് ഒരിക്കലും പോവില്ല എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ തിരിച്ച് അവരോട് ഇങ്ങനെ ചോദിക്കായിരുന്നു, നിങ്ങൾക്ക് മരിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്തും കൊണ്ട് പോകും? നിങ്ങൾ ഇത്ര നാൾ ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും കൊണ്ടുപോകുമൊന്നുമില്ലല്ലോ. ഞാൻ മരിച്ചു എന്നപ്പോൾ ദൈവം എന്നോടേക്ക് എന്തുകൊണ്ടാ വന്നേന്നൊക്കെ ഞാൻ പറയും, നാഴി പച്ച കൊണ്ടാ വന്നേന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുമായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്കിതൊരു ഭാരമാണ്. പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ ചെയ്തേക്കണതും എനിക്ക് വെറുത്ത എന്ന് തോന്നിയിട്ടുള്ളതും ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് ഇപ്പോഴും എനിക്ക് ഒട്ടും റിഗ്രറ്റ് അടിക്കാത്ത വർക്കാണ് ഞാൻ അവസാനം ചെയ്ത വർക്ക്. പിന്നെ ഈ വർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നീറ്റ് ആയിട്ടുള്ള വർക്കാണ്, കാണാനും നല്ല ഭംഗിയാണ്, ഫെയ്ഡ് ആയിട്ടില്ല, ഇടക്കിടക്ക് വല്ല ഗ്യാപ്പാ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ബാക്കി ഞാൻ ചെയ്തിരിക്കുന്ന വർക്കുകളൊന്നും അങ്ങനെയല്ല. പിന്നെ ഈ വർക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത് പെട്ടെന്ന് പോയിട്ട് പിൻട്രസ്റ്റിൽ നിന്നൊക്കെ കുറേ തപ്പി അന്വേഷിച്ച് കിട്ടിയൊരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ ഞാൻ ആദ്യം ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇവർ പറഞ്ഞു നമുക്ക് റേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഇവിടെ വരണം, ആർട്ടിസ്റ്റ് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ഒരുപാട് ടാറ്റു ചെയ്യണവരുണ്ട് ആർട്ടിസ്റ്റുകൾ. എല്ലാവരും എന്നോട് ഒരുമിച്ച് പറഞ്ഞു ഇത് നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞു, നമ്മൾ എന്തായാലും ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് കുറേ ലൈൻസ് മാത്രമേ ഉള്ളൂ, ഇതിൽ ഷെയ്ഡ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മളിത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൈൻ ഉണ്ടല്ലോ, അപ്പൊ ഇത് ഹീലാവുമ്പോൾ ചിലപ്പോൾ ഇത് മെർജായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ വർക്ക് നമുക്ക് മനസ്സിലാവില്ല, വൃത്തികേടായി പോകും, നമ്മുടെ അത്രയും ശരീരം അത്രയും ഭാഗം വൃത്തികേടായി പോകുന്നുള്ളൂ. പിന്നെ മാത്രമല്ല ഞാൻ ചെയ്തേക്കണ ഈ വയറിന്റെ ഈ ഒരു ഭാഗത്തായതുകൊണ്ട് ആ തൊലിയൊക്കെ ചുളുങ്ങി ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അപ്പൊ അവർക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ തീർത്തും പറഞ്ഞു. കാരണം നമുക്ക് എന്തെങ്കിലും നാളെ ഒരു പ്രശ്നം വന്നാൽ ഞാൻ ചിലപ്പോൾ അവരെല്ലായിരിക്കുമല്ലേ പറയാം. അപ്പൊ അങ്ങനെ പക്ഷെ ഞാൻ ഒരേ കാലിൽ നിന്നു. അവരെന്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ ഒരു സെയിം തീം തന്നെ വേറൊരു വർക്ക് നോക്കാന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ അവിടെ നിന്നൊരു ചേട്ടൻ എനിക്ക് ഈ വർക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് കുറേയൊക്കെ ലൈൻസ് ഒക്കെ ഒഴിവാക്കി അവർ തന്നെ എടുത്ത് തന്നെ കാണിച്ചു. അങ്ങനെ നമ്മുടെ ഇവിടെ ടേപ്പൊക്കെ ഒട്ടിച്ച് വയറിന്റെ ഭാഗമല്ലേ ചിലപ്പോൾ ചുളുങ്ങും, വലിച്ചു പിടിച്ച് ഒട്ടിച്ചിട്ട്
നമുക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 5-5.5 മണിക്കൂർ അങ്ങനെ ഇരുന്നു. എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു ഈ വർക്ക്. ഇതുവരെ ചെയ്ത ഒരു വർക്കും എനിക്ക് അത്ര പെയിൻ ഉണ്ടായിട്ടില്ല. കാരണം ഈ നമ്മുടെ വെയിൻസിലൊക്കെ മുട്ടുമ്പോൾ ചെറിയൊരു വേദന അല്ലാതെ വേദന ഉണ്ടായില്ല. പക്ഷെ ഇത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത, എനിക്ക് അവരോട് പറയണമെന്ന് തോന്നിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന്, കാരണം അത്ര പെയിൻ ആയിരുന്നു. പിന്നെ ഈ ലൈൻസ് ഒന്നും മെർജായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ വൈറ്റ് കളറിൽ ഇങ്കൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് അറിയില്ല. ഭയങ്കര പെയിനായിരുന്നു. എനിക്ക് വാരിയലൊക്കെ എനിക്ക് എന്തോ പോലെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ പെയിൻ എനിക്ക് കിട്ടട്ടെ, ഞാനത് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തൊരു വർക്കാണ്. അപ്പം ഇത്രയും വർക്കുകളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വന്നാരെ.